ഹലോ ഗായ്സ്, ഇന്ന് മറ്റൊരു റിയാലിറ്റിയിലേക്കാണ് ഞാൻ പോകുന്നത്. വിദേശത്ത് പോകുന്ന പല കുട്ടികളും ആദ്യം ചെയ്യുന്ന ജോലി ഡിഷ് വാഷിംഗ് തന്നെയായിരിക്കും. ഇഷ്ടപ്പെട്ടോ എന്നുള്ള കാര്യത്തിലല്ല, കാശ് വേണം, ലോൺ അടയ്ക്കണം എന്നൊക്കെയുള്ള ചിന്തകളിൽ തന്നെയാണ് മിക്ക ആൾക്കാരും വരുന്നത്. ഞാൻ അധികകാലവും ചെയ്തിട്ടില്ല എങ്കിൽ തന്നെയും ഇതൊരു പാട് പിടിച്ച ജോലിയാണ്. പുറത്തുനിന്ന് കാണുമ്പോൾ ഇതൊരു സാധാരണ ജോലി പോലെ തോന്നും, പക്ഷേ അതിൻ്റെ പിന്നിൽ ഒരുപാട് കഷ്ടപ്പാടുണ്ടായിരിക്കും. സത്യം പറഞ്ഞാൽ എനിക്ക് ഈ ജോലി ചെയ്ത് ഒരു 1.5 മാസം കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ ജീവിതം പോലും മടുത്തെന്നാണ് എനിക്ക് തോന്നിയത്. സിംഗിൾ ജോലി ചെയ്യുമ്പോൾ കൈമുറിയും, ഡിഷ് വാഷിംഗ് ലിക്വിഡ് കൊണ്ട് കൈ പൊള്ളും, ഭാരമുള്ള സാധനങ്ങൾ എടുക്കുമ്പോൾ വിരലുകൾ ഇടിച്ച് രക്തം വരും. ചില ദിവസങ്ങൾ വേദനയും ക്ഷീണവും വളരെ കൂടുതലായിരിക്കും. എന്നാൽ തന്നെയും ലീവൊന്നും കിട്ടാതെ എന്നും ജോലി ചെയ്യേണ്ടി വരും. കാരണം ഒരേ ജോലി എന്നും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. ഞാൻ ജോലി ചെയ്തിരുന്നത് ഒരു ജാപ്പനീസ് റെസ്റ്റോറൻറ്റിലായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ജോലി കൂടും. കാരണം അവർ ചെറിയൊരു ഭക്ഷണം കഴിക്കാൻ വന്നാൽ തന്നെയും പ്ലേറ്റ്, ബൗള്, കപ്പുകൾ ഒരുപാടായിരിക്കും. ദായ്സുക്കിന കുനിദേസ്, അതായത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കൺട്രി ജപ്പാനാണ്. പക്ഷേ ഡിഷ് വാഷിൻ്റെ കേസിൽ അതൊരു മെനക്കേടാണ്. മണിക്കൂറോളം നിൽക്കുന്നത് കൊണ്ടുള്ള കാലുവേദന, ജോലി കഴിഞ്ഞ് റൂമിലെത്തുമ്പോഴുള്ള ടയർഡ്നെസ്, മുന്നോട്ട് വെച്ച കാല് പിന്നോട്ട് വെക്കില്ല എന്നുള്ള മൈൻഡ് സെറ്റും ഇനി അങ്ങോട്ട് ഒറ്റയ്ക്കാണെന്നുള്ളൊരു യാഥാർത്ഥ്യവും തന്നെയാണ് എന്നെ എപ്പോഴും മുന്നോട്ട് നയിക്കുന്നത്. ഇന്ന ജോലി എന്താണോ അതിൽ 100% കൊടുത്ത് ചെയ്താൽ മതി, വേറൊരു കുഴപ്പമുണ്ടാകത്തില്ല. പക്ഷേ വർക്കേഴ്സും ബോസും എല്ലാവരും വളരെയധികം കോപ്പറേറ്റീവ് ആയിരുന്നു. അത് വളരെയധികം സമാധാനം തരുന്നുണ്ട്. എന്നാലും കഷ്ടപ്പാടുകളുടെ ചെറിയ മധുരങ്ങളും, ചില സമയത്ത് സൂപ്പ്, ചില സമയം ക്വാളിറ്റി, അതുപോലെയുള്ള കുക്കീസ് ഒക്കെ കിട്ടുമായിരുന്നു. വിദേശ ജീവിതം തിളക്കമുള്ള കാഴ്ചകൾ മാത്രമല്ല, ഓരോ വിജയത്തിൻ്റെയും പിന്നിൽ കാണാതെ പോകുന്ന കഷ്ടപ്പാട്, പരിശ്രമം ഉണ്ടായിരിക്കും. ഡിഷ് വാഷിംഗിൽ തുടങ്ങിയ എൻ്റെ യാത്ര ഒരു ജോലി മാത്രമായിരുന്നില്ല, അതെന്നെ ശക്തമാക്കിയ ഒരു അനുഭവമായിരുന്നു. ഇതുവരെ എൻ്റെ കഥ കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ഗൈസ്.